നമസ്കാരം, ഞാൻ ലതയാണ്. രാവിലെ എല്ലാവരും ഹാപ്പിയല്ലേ? ചിരിച്ചുകൊണ്ടിരിക്കണേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളുടെ ചിരിയിൽ അതെല്ലാം ഒതുക്കിയിട്ട് വേണം നിങ്ങളെല്ലാവരും ഇരിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. മെനോപ്പസ് നിൽക്കുന്നതിന് മുന്നേയും മെനോപ്പസ് നിന്നതിന് ശേഷവും സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണേണ്ടത് അവരുടെ കുടുംബത്തിലുള്ളവരാണ്. ഒന്ന്, ഫസ്റ്റ് പ്രിഫറൻസ് ഹസ്ബൻഡിനാണ്. രണ്ടാമത് അവരുടെ കൂടെ ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സും ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമുക്കറിയാം 46 മുതൽ 54, 55 വരെ അല്ലെങ്കിൽ അതുവരെ വരുന്ന സമയത്താണ് സ്ത്രീകളുടെ ഈ മെനോപ്പസ് നിൽക്കാനുള്ളൊരു സമയം തുടങ്ങുന്നതും ശരീരത്തിലെ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് ഈ ബോഡിക്കുള്ളിൽ ഈ ചേഞ്ചുകളെല്ലാം മാറ്റം വരുന്നത്. അപ്പോൾ മാനസികമായിട്ടൊരു സ്ത്രീ മെനോപ്പസ് നിൽക്കുന്നതിന് 1 വർഷം മുന്നേ തന്നെ അവരുടെ ശരീരത്തിലുള്ള ഭയങ്കരമായ ചൂടും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരു സിറ്റുവേഷൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ഒരുതരം ചൂടാണ്. ഇത് തീന്ന് നമ്മൾ പറയില്ലേ, ശരീരത്തിനുള്ളിൽ തീ കത്തുന്ന ഒരു സിറ്റുവേഷനാണ് അതൊട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു വെപ്രാളം, എന്ത് ചെയ്താലും അവർക്കൊന്ന് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഭർത്താവായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയുടെ കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ അറിയാവുന്ന പുരുഷന്മാർ എന്തോ ചെയ്യണമെന്നറിയോ, അവരെയും കൊണ്ട് യാത്രകൾ പോവുക, നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് അവരെ പോവുക. അപ്പം അവർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാനും കാഴ്ചകൾ കാണുമ്പോഴൊക്കെ ഈ ശരീരത്തിനകത്തുള്ള ആ വെപ്രാളവും വേവലാതിയും മാനസികമായിട്ടുള്ള പിരിമുറുക്കവും അവർക്ക് മാറിക്കിട്ടും. എന്നും പറഞ്ഞ് എല്ലാ ദിവസവും കറങ്ങാൻ കൊണ്ടുപോകണമെന്നല്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന അവധി ദിവസങ്ങളിൽ 1 മണിക്കൂറാണെങ്കിൽ പോലും അവരെ പുറത്ത് കൊണ്ടുപോയി കറങ്ങി അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും മേടിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ സംസാരിക്കുകയും അവരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് പെരുമാറുകയും ചെയ്യണം. അതുപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ല എന്ന് വെച്ചോളൂ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അമ്മയുടെ ഈ സ്റ്റേജ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൂടെ അവരും നിങ്ങളുടെ ഒപ്പം നിന്ന് കിച്ചണിൽ കയറി ജോലി പോലും ചെയ്യാൻ പറ്റാത്ത പല സ്റ്റേജുകളാണ് ആ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നത്. വെച്ചാൽ ഈ ചൂടുകൊണ്ട് അടുപ്പിൻ്റെ മുന്നിൽ, ഗ്യാസിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്ക് ഫുൾ ടൈം AC-ക്കുള്ളിൽ ഇരിക്കണം. അവരുടെ മാനസിക പിരിമുറുക്കം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ഡിപ്രഷനിലേക്ക് പോകും. എന്നെ ആരും നോക്കുന്നില്ല. അപ്പോഴവരുടെ ഉള്ളിൽ തോന്നുന്നൊരു വികാരം എന്താ വെച്ചാൽ, എന്നെ ആരും നോക്കുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടു അടുക്കളയിൽ കിടന്ന് ആഹാരം ഉണ്ടാക്കി, അത് ചെയ്തു ഇത് ചെയ്തു, ഇപ്പോൾ കണ്ടോ എനിക്കിങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും എന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ളൊരു മാനസിക പിരിമുറുക്കം വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. ആ സമയത്ത് മാക്സിമം യാത്രകൾ ചെയ്യുക, തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. ശരീരത്തിൻ്റെ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വീണ്ടും നമ്മൾ വീട്ടിലേക്കല്ലേ വരുന്നത്? അതെ, വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. ആ കുറച്ച് നേരം അവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറിക്കിട്ടും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ സന്തോഷങ്ങൾക്ക് കൂടെ നിൽക്കുക. അപ്പം മെനോപ്പോസ് നിൽക്കുന്നതിന് 1 വർഷം മുമ്പേ ശരീരത്തിനകത്തുള്ള ഭയങ്കരമായ ചേഞ്ചസ് വരും. അപ്പോൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കാൻ പറയും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറയും. അതൊക്കെ സത്യമാണ്. പക്ഷെ എത്ര കഴിച്ചാലും ചിന്തകൾ മാറത്തില്ല. നമ്മുടെ മാനസികമായിട്ടുള്ള ഇത് മാറത്തില്ല. ശാരീരികമായിട്ടുള്ള ചൂട് ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കാം. അതിലൊക്കെ ചെറിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ആയുർവേദ മരുന്നുകളാണ്. കഷായം ശരീരത്തിന് ഭയങ്കരമായിട്ട് തണുപ്പിക്കുന്നതായിട്ടാണ് എനിക്കറിയാവുന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൂടെ നിൽക്കണം. അവരുടെ കൂടെ കറങ്ങാൻ പോകണം, അവരുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക, അവരുടെ കൂടെ സിനിമയ്ക്ക് പോവുക, അവരെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ പോവുക. ബാക്കി സമയം സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ എന്താ ചെയ്യുക? നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്ത് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഇരിക്കുന്ന സമയം നമ്മൾ ആരും അറിയത്തില്ല. പക്ഷേ അല്ലാത്ത വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്തോരം ടെൻഷനാണെന്നറിയാം. അവർക്ക് ഭയങ്കര പേടി, വല്ലാത്തൊരു ഭയം ഉള്ളിനുള്ളിൽ. അത് ഈ ഒരു സിറ്റുവേഷൻ ഈ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ കൂടെയോ കറങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇടപെട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഞാൻ 100% ഞാൻ പറയില്ല, ഒരു 50%ഓളം മാറ്റാൻ പറ്റും. പിന്നെ അവർക്ക് തോന്നുന്നത് എന്താ അറിയോ,
എന്നെ ആ സമയത്ത് എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരും എന്നെ നോക്കണം, എൻ്റെ കാര്യങ്ങൾ അവർ നോക്കണം എന്നുള്ളൊരു ഉള്ളിനുള്ളിൽ ഇത് ചിന്ത കൂടി അവരുടെ മനസ്സിനകത്ത് വരും. പക്ഷേ എന്തൊക്കെയോ ശാരീരിക മാറ്റങ്ങൾ വരുമ്പോൾ തോന്നുന്ന അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എന്തിലെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കാൻ നോക്കുക. ഹസ്ബൻഡ് അവരെ കൊണ്ട് പുറത്തു പോകാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അമ്മയുടെ മാനസികാവസ്ഥ അറിഞ്ഞ് നിങ്ങളും കൂടി അമ്മയെ ഒന്ന് കിച്ചണിൽ സഹായിക്കുകയോ അമ്മയുടെ കൂടെ പുറത്തു പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളും കൂടി ഇടപെടുക. ഫ്രണ്ട്സ് ഉള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ വലിച്ചു നീട്ടി വീഡിയോ ഇടുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ആ സമയത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവരുടെ ഈ ഒരു ടേൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് തന്നെ തോന്നും, എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഫാമിലിയിലെ എല്ലാവരും എൻ്റെ കൂടെ നിന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നോക്കണേ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ, എല്ലാവരും ചിരിച്ചിട്ടിരിക്കണേ. എന്ത് വിഷമം ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കാതിരിക്കുക. ഓക്കെ.